ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? Dr. S. രാധാകൃഷ്ണൻ. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950 ജനുവരി 26. കൊൽക്കത്ത സർവകലാശാല സ്ഥാപിതമായ വർഷം 1857. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. മഹാത്മാഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറിന് ഏത് പേരാണ് സമ്മാനിച്ചത്? ഗുരുദേവ്. നേതാജി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. INA പൂർണ്ണരൂപം? ഇന്ത്യൻ നാഷണൽ ആർമി. INA സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. INA സ്ഥാപിതമായ വർഷം 1943. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വർഷം 1861. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസൻ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരാണ്? Dr. B.R. അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച സംസ്ഥാനം? ഗുജറാത്ത്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കവിത ഏതായിരുന്നു? എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വാർത്താ പദ്ധതി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധി. ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക്. ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം 1911. ഗാന്ധി ഇർവിൻ സന്ധി ഏത് വർഷമാണ് നടന്നത്? 1931. ഒന്നാം കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു നടന്നത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസി പ്രഭു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മംഗോളിയൻ രാജാവ് ആരാണ്? ചെങ്കിസ് ഖാൻ. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. ഇന്ത്യയിൽ പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ ഏതാണ്? പൂനെയിലെ യർവാദ ജയിൽ. നാട്ടുഭാഷ പത്രനിയമം പാസാക്കിയ വൈസ്രോയി? ലിട്ടൺ പ്രഭു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് എവിടെയാണ്? സൂററ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ. രാഷ്ട്രപതി ഭവന്റെ ശില്പി ആരാണ്? എഡ്വിൻ ലുട്യൻസ്. ഗർഭകാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഗുരുവായി സ്വീകരിച്ച യോഗിനി ആരാണ്? ഭൈരവി ബ്രാഹ്മണി. ദീർഘ സംവത്സരങ്ങൾക്കു മുൻപ് നാം വിധിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ദണ്ഡി മാർച്ചിനിടെ സന്നദ്ധ ഭടന്മാർ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? വിഷ്ണു ദിഗംബർ പലൂസ്കർ.
ഭാഷാ അടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ പുനഃസംവിധാനം ചെയ്യാനുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. തമിഴ്നാട്ടിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര വിപ്ലവകാരി ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ 6 തവണ യുദ്ധം ചെയ്യുകയും ഒടുവിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത പാണ്ഡ്യ രാജാവ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ലാൽ പാൽ ബാൽ ഇങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ. ഗാന്ധിജിയുടെ പിതാവിന്റെ ഉദ്യോഗം എന്തായിരുന്നു? ദിവാൻ. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ ഏത് മന്ദിരത്തിന് സമീപം ആണ്? ബിർള ഹൗസ്. ഗാന്ധി വധക്കേസിലെ പ്രതികളെ ഏത് വർഷമാണ് തൂക്കിലേറ്റിയത്? 1949. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങി എത്തുന്നതുവരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു? തൻ്റെ അമ്മയുടെ വിയോഗം. 1925 സബർമതി ആശ്രമത്തിൽ എത്തിയ മഹാത്മാഗാന്ധിയുടെ അനുയായിയായ ഇംഗ്ലീഷുകാരി മീരാബെൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയാണ്? ഡൽഹിയിൽ. 1817. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയാണ്? ഡൽഹിയിൽ. 1817. ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയശേഷം ആരുടെ സഹായം സ്വീകരിക്കാനാണ് നേതാജി തീരുമാനിച്ചത്? റഷ്യ. വാർ ക്യാബിനറ്റ് സമർപ്പിക്കപ്പെട്ട വർഷം 1942 ഫെബ്രുവരി 2. ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ അനുയായികളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? റെഡ് ഷർട്ട് വോളണ്ടിയർമാർ. ഡച്ച് സേനാ നായകനായ ഡിലനോയി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ട. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ ഖിലാഫത്ത് കമ്മിറ്റി തീരുമാനിച്ച ദിനം എന്നായിരുന്നു? 1920 ഓഗസ്റ്റ് 1. ചിക്കാഗോയിലെ ഏത് ഹാളിൽ വെച്ചാണ് ലോകമത സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്? ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൊളംബസ് ഹാൾ. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ജാൻ മുഹമ്മദ് ചോട്ടാനി. 1775 പൂനെയിലുണ്ടായ പേർഷ്യ തർക്കത്തെ തുടർന്ന് ഉണ്ടായ യുദ്ധം ഏതായിരുന്നു? ഒന്നാം മറാത്ത യുദ്ധം. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? ബോംബെ ദ്വീപ്. 19-ാം നൂറ്റാണ്ടിൽ അമൃത്സറിൽ സ്ഥാപിക്കപ്പെട്ട കോളേജിന്റെ പേര് എന്താണ്? ഖൽസ കോളേജ്. ഗവർണർ ജനറൽ കൗൺസിൽ വിപുലീകരിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം, ശിശുഹത്യ എന്നിവ തടയുകയും വിധവാ വിവാഹം, മിശ്ര വിവാഹം എന്നിവയ്ക്ക് അനുമതി നൽകുകയും ചെയ്യുന്ന നിയമം ഏതാണ്? ബ്രഹ്മോ വിവാഹ നിയമം. ബ്രഹ്മോ വിവാഹ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1872. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെ വെച്ചാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച്. ഇംഗ്ലീഷുകാരനായ ക്യാപ്റ്റൻ കീലിംഗുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച കേരളത്തിലെ രാജാവ് ആരാണ്? സാമൂതിരി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പ്രശസ്തമായ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 1883 ജോധ്പൂർ രാജാവ് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വധിച്ചത് ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ ഈ ആഹ്വാനം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം. ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റങ്കോങ്ങിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? സൂര്യ സെൻ. മുംബൈ നാവിക കലാപം നടന്ന വർഷം
1946 ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി. ഏതാണ് ആ ക്ഷേത്രം? മധുര മീനാക്ഷി ക്ഷേത്രം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതായിരുന്നു? ലാഹോർ സമ്മേളനം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം എന്നായിരുന്നു? 1942. കാശ്മീരിലെ ഉരുക്ക് വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉൽപാല രാജ്ഞി.